എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്കില്ലാണ് DBT സ്കില്ലാണ് ഓപ്പോസിറ്റ് ആക്ഷൻ, വിപരീത പ്രവർത്തനം. ഒരിക്കലും ഓസ്കാർ വൈൽഡ് പറയുകയുണ്ടായി, ദ ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് എ ടെംപ്ടേഷൻ ഈസ് ടു yield ടു ഇറ്റ്. അതായത് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ചുള്ള ടെംപ്ടേഷനോ അല്ലെങ്കിൽ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകണമെങ്കിൽ, എന്തെങ്കിലും ഒരു അതിയായ ആഗ്രഹം മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. അതെ, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഐസ്ക്രീം തിന്നാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മാറിപ്പോകാനായിട്ട് നിങ്ങൾ ആ ഐസ്ക്രീം ഒരു പ്രാവശ്യം തിന്നുക തന്നെ വേണം, അത് രുചിച്ചറിയണം. എന്നാലാണ് ആ ഐസ്ക്രീമിൻ്റെ ആ അതിയായ ആഗ്രഹം നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക. ഒരു പക്ഷേ പബ്ലിക്കായിട്ടുള്ള സാഹചര്യത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രസംഗമൊക്കെ നടത്തിയ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ ഭയമുള്ളവരായിരിക്കാം നിങ്ങൾ. ഈ പേടിയെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ഒരേ ഒരു വഴിയുള്ളൂ, നിങ്ങൾ അവിടെ പോയി സംസാരിക്കുക, ധൈര്യപൂർവ്വം അവിടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നാണം കെട്ടേക്കാം, ചെറുതായിട്ട് നാണിക്കേണ്ട അവസ്ഥയായേക്കാം. പക്ഷേ അത് ചെയ്തതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ആ പേടി മാറിക്കിട്ടുക. ആദ്യം തന്നെ നിങ്ങൾ സംസാരിക്കണം, പ്രസംഗം ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുക, ഓടി രക്ഷപ്പെട്ടോ, ഇവിടെ നിന്ന് മാറിപ്പോക്കോ, എനിക്ക് സാധിക്കില്ല എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ ചെയ്യണം വേണ്ടേ. എന്താണ്? നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ പേടി പമ്പ കിടക്കും. സോ നമുക്ക് നോക്കാം ഈ ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഐഡൻറ്റിഫൈ ഇമോഷൻ യു വാണ്ട് ടു ചേഞ്ച്. നിങ്ങൾ ഏത് ഇമോഷനാണോ നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്, ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇമോഷണലി ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പേടി മനസ്സിലേക്ക് വരുന്നു. ആ പേടി എന്ന് പറഞ്ഞ ഇമോഷൻ മാറിപ്പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുക ചെയ്ത്, താൽക്കാലികമായിട്ട് ആ പേടി മാറിപ്പോകുന്നുണ്ടെങ്കിലും ആ പേടി കുറച്ച് വലുതായി വരികയാണ് ചെയ്യുന്നത്. അടുത്ത സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ പേടി വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുകയും അങ്ങനെ നിങ്ങളുടെ പേടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇമോഷൻ ഉണ്ടാകുന്നത് അതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഇമോഷൻ എന്ന് പറയുന്നത് പേടിയാണോ, ദേഷ്യമാണോ, ദുഃഖമാണോ, നാണക്കേടാണോ, കുശുമ്പാണോ, ഏത് തരത്തിലുള്ള ഇമോഷനാണ്? എന്താണ് നിങ്ങൾക്ക് ശാരീരികമായിട്ട് അനുഭവപ്പെടുന്നത്? അത് ചെസ്റ്റിൽ അനുഭവപ്പെടുന്ന ഭാരമാണോ, കണ്ണിൽ നിന്ന് വെള്ളം വരയുന്ന കരച്ചിലാണോ, പേടിയായിട്ടുള്ള ശരീരത്തിലുണ്ടാകുന്ന വിറയലാണോ, ഏതാണ് ഉണ്ടാകുന്നത്? അതിനെ നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ എന്താണ് ഇതിന് ശേഷം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമാണ്, ആ ത്വരയാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെന്ന് തിരിച്ചറിയാം. ഭയമാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ അത് ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ളതാണോ? ദേഷ്യമാണ് നിങ്ങളുടെ ഇമോഷനെങ്കിൽ അത് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ ത്വര? അതിനെ മനസ്സിലാക്കുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ ആ ത്വരയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആക്ഷൻ എന്താണെന്നുള്ളത് തിരിച്ചറിയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഷെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടോ ഷൈനസോ ഉണ്ടായിട്ട് മറ്റൊരാളുടെ പിന്നിൽ പോയി ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനോ ആയിട്ടുള്ള ത്വരയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി മാറി നിൽക്കാതെ ധൈര്യത്തോടുകൂടി മുന്നിലോട്ട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദുഃഖമായിട്ട് ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ആക്ടിവേറ്റ് ആവാതെ മറ്റൊരു സ്ഥലത്ത് പോയി ഒതുങ്ങിക്കൂടി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ, ആ ത്വരയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങളിൽ ആക്റ്റീവ് ചെയ്യാൻ, ഫിസിക്കലി എക്സസൈസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ, സോഷ്യലാവാൻ ഒക്കെ നിങ്ങൾക്ക് ശ്രമിക്കാം. ഇനി നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ട് ദ ഓപ്പോസിറ്റ് ആക്ഷൻ ഓൾ ദ വേ. അതെ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓപ്പോസിറ്റ് ആക്ഷൻ നാണമായിട്ട് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ ഷൈനസ് അല്ലെങ്കിൽ നാണക്കേടാണ് നിങ്ങൾക്ക് വരുന്നത്, അവിടെ നിന്ന് മറഞ്ഞു നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ആക്ഷനായിട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? ധൈര്യപൂർവ്വം അവിടെ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് വാക്കുകളെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതായിരുന്നു. പക്ഷേ അത് ഒരു കടത്ത് ചെയ്യുന്ന പോലെ പോയി ചെയ്യുകയല്ല വേണ്ടേ. അതിൻ്റെ പൂർണ്ണതയോട് കൂടിയിട്ട്. പൂർണ്ണത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ കൊണ്ട്, നിങ്ങളുടെ ചിന്താഗതി കൊണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ പോസ്ചർ, ഇതെല്ലാം അതിൻ്റെ യോജിക്കുന്ന രീതിയിൽ പൂർണ്ണ അവസ്ഥയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് നാണക്കേടായിട്ട് മാറി നിൽക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അതിനുള്ള ത്വരയാണ് വരുന്നത്. ഓപ്പോസിറ്റ് ആക്ഷൻ പോയി സംസാരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. പോയി സംസാരിക്കുന്നത് അങ്ങ് ധൈര്യം ഭാവിച്ച്, ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ധൈര്യം ഒരുപക്ഷെ വന്നുകൊള്ളണമെന്നില്ല, പക്ഷെ ധൈര്യം അഭിനയിച്ച് നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ധൈര്യത്തോടു കൂടി ഇത് ചെയ്യുമെന്ന് ഭാവിച്ച് നിങ്ങളുടെ എക്സ്പ്രഷൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ മുഖത്തിട്ടിട്ട് നിങ്ങളുടെ ചിന്തയിൽ ഇതെനിക്ക് സാധിക്കും എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നിൽ പോയി അങ്ങ് സംസാരിക്കാൻ ശ്രമിക്കണം. അതെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരിക്കും, ഇതൊക്കെ നടക്കും മാഷേ, ഇതത്ര എളുപ്പമായിരിക്കില്ല, ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചുറ്റുപാടുള്ള പലരും പല പേടികളെയും
ഇതുപോലെയുള്ള പല ഇമോഷണൽ ഡിഫിക്കൽട്ടികളെയും ഒക്കെ അതിജീവിച്ചിട്ടുള്ളത്. ആ ഇമോഷണൽ ഡിഫിക്കൽട്ടികൾ വന്നിട്ട് മാറി നിൽക്കാനായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്ന ആൾക്കാർ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ധൈര്യം സംഭരിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ എല്ലാവരുടെ അടുത്തും സംസാരിക്കാനായിട്ടുള്ള ധൈര്യം അവർക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കാനോ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ സെമിനാറൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ നാണം കേട്ടിട്ടുണ്ട്. എനിക്കൊരു 5 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാണം കേട്ട് ടീച്ചർ എന്നെ ചീത്ത കേട്ട് ഞാൻ പിന്നോട്ട് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു 100-200 ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ദയനീയമായി നാണം കെട്ടേക്കാം, അതിദയനീയമായിട്ട്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ചിരി വരും. പക്ഷേ ആ നാണം കെടൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഇത്ര ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കലിലൂടെ എനിക്ക് മുന്നോട്ട് വരാനും ആ പേടിയെ അതിജീവിക്കാനും സാധിച്ചു. സോ ഇത് എങ്ങനെയാണ് പൂർണ്ണതയിൽ ചെയ്യുക? നിങ്ങൾ ഉദാഹരണത്തിന് ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യമാണ് വരുന്നത്. നിങ്ങളുടെ ത്വര എന്ന് പറയുന്നത് അവരുടെ അടുത്ത് ഓളിയിട്ട് ചീത്ത പറയാനോ അവരെ കുറ്റം പറയാനോ ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. എന്താണ്? ജെന്റിലി ആ ആളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കുക, ഇത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മൾ അവരുടെ ദേഷ്യം എടുത്തിട്ട് കാര്യമില്ല. അവരെടുത്ത് ദയ കാണിക്കുന്ന അർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണ അർത്ഥതലത്തിൽ, നിങ്ങളുടെ പോസ്ചറിലും ചിന്താഗതിയിലും പെരുമാറ്റത്തിലൊക്കെയും ആ ദയ കാണിക്കുന്ന രീതിയിൽ അയാളെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ഇനി 5ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് റിപ്പീറ്റ് അൺടിൽ ഇമോഷൻ ചേഞ്ചസ്. നിങ്ങളുടെ ആ ഇമോഷൻ ചേഞ്ച് ആകുന്നത് വരെ നിങ്ങൾ ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഷൈനസ് കൊണ്ടോ നിങ്ങൾ മാറിപ്പോകുന്ന ആൾ നിങ്ങൾ ഒരു പ്രാവശ്യം ധൈര്യം കാണിച്ച് ചെയ്തു പ്രസംഗിച്ചു. നിങ്ങൾ ഒരു പ്രാവശ്യം പ്രസംഗിച്ചതിന് ശേഷം ഓഫ് കോഴ്സ് നിങ്ങളൊരു കോൺഫിഡൻസ് കിട്ടി, കുറച്ചൊക്കെ മാറ്റം വന്നു. വീണ്ടും വീണ്ടും ചെയ്യുക. ആ പേടി പൂർണ്ണമായിട്ടും അങ്ങ് പോകുന്നത് വരെ അങ്ങ് പൂർണ്ണമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് ബേബി സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ടുള്ള 5 സ്റ്റെപ്പുകൾ ഇവിടെ പറഞ്ഞു. ആ 5 സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ഇനി അതുകൂടെ തന്നെ ചെയ്യുന്ന ഓരോ എക്സ്പോഷറും നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആക്ഷൻ ചെയ്യുന്നത് ചെറിയ സ്റ്റെപ്പുകളായിട്ട് ചെയ്യുക. ആ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും, ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ കാമറായിട്ടും പീസ്ഫുള്ളായിട്ടും സിറ്റുവേഷൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ഹയർ ഇമോഷൻ ആയിരിക്കുന്ന സമയം, മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രീതിയിലിരിക്കുന്ന സമയം, ആ സമയത്ത് ഇത് ഒറ്റയടിക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ, അതായത് അവരുടെ അടുത്ത് ദേഷ്യം ചെയ്യാനോ ആംഗ്രി ആയിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവരുടെ അടുത്ത് ഓളിയിടാനോ ത്വര വരുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാമറായിട്ട് പോവുക എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് ഇറേഷണലായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനൊന്ന് വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാംനെസ് വരികയും അതിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയും മാറിപ്പോവാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ ഏത് ആങ്സൈറ്റിയെയും ഏത് സോഷ്യൽ ഫിയറിനെയും ഒക്കെയും അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഡർ കെ ആകെ ജീത്ത്.